ഹലോ, പുതിയൊരു വീഡിയോ കണ്ടാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ 2.5 mm-ൻ്റെയും 2 mm-ൻ്റെ ഹുക്കും വൈറ്റും ലൈറ്റ് യെല്ലോ കളറിലെ യാണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് യാൺ എടുത്തിട്ട് ഇതുപോലൊരു സ്ലീപ്പ് നോട്ട് ചെയ്ത് കൊടുത്ത് 65 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇന്നിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ ഒരു ഹെയർ ബാൻഡാണ് ചെയ്യുന്നത്. നല്ല പിൻട്രസ്റ്റി ഏസ്തറ്റിക് ലുക്കുള്ള നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ്. കുട്ടികൾക്കും ടീനേജേഴ്സിനൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് ഇത്. പിന്നെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് അല്ലേ. അപ്പോൾ 65 ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കണേ. 65 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 64 ഹാഫ് ഡി സി മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല വർത്താണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കി ചെയ്ത് നോക്കണേ. ഇത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, നമ്മൾ നോർമലായിട്ട് അധികം കാണാത്ത രീതിയിലുള്ള ഒരു ഹെയർ ബാൻഡാണ്. എന്തായാലും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ 64 ഹാഫ് ഡി സി ചെയ്തിട്ടുണ്ട്. 64 ഹാഫ് ഡി സി ഫിനിഷ് ചെയ്തതിന് ശേഷം ചെയിൻ 1 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യണേ. ഈ സെയിം ഫോമാറ്റാണ് നമ്മൾ R2 മുതൽ R4 വരെ ഫോളോ ചെയ്യുന്നത്. അതായത് 64 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക, ടേൺ ചെയ്യുക, വീണ്ടും 64 ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ R4 വരെ നമുക്ക് ചെയ്യണേ. ഞാനതിവിടെ കാണിക്കുന്നില്ല കേട്ടോ, സെയിം പ്രോസസ്സ് ആയതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്. R4 ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ലാസ്റ്റുള്ള 3-4 സ്റ്റിച്ചസും കൂടി ചെയ്ത് കൊടുക്കാവേ. എൻ്റെ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ട് എൻ്റെ ഒച്ച ഉൾപ്പെടെ ഈ പരിസരത്തുള്ള സകലമാന ഒച്ചകളും ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ വരുവേ. ഫ്ലൈറ്റിൻ്റെ ഒച്ച, അപ്പുറത്തെ ഫ്ലാറ്റിൽ മണിയടിക്കുന്ന ഒച്ച, ശംഖൂതുന്ന ഒച്ച, കൊച്ചു പഠിക്കുന്ന ഒച്ച, അങ്ങനെ എല്ലാവിധ ഒച്ചകളും ഇതിൽ വരും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. R4 മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോവാം. അടുത്ത നമ്മളൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ആഡ് ചെയ്യുന്നത്. ഇതിന് ചുറ്റും ഫ്രിൽസ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്ത് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഈ സെയിം പ്രോസസ്സാണ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടത്. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു മിക്സഡ് ഇമോഷനാണ് എനിക്ക് ഉണ്ടാകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്നുള്ളത് എന്തായാലും ഞാൻ വീഡിയോ കാണിക്കാതെ വീഡിയോ ചെയ്യാം കേട്ടോ. അതും നമ്മൾ ഈ സെയിം പ്രോസസ്സാണ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. 3 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക, അടുത്ത ചെയിനിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ 2 ചെയിനിലും വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ബാക്ക് ലൂപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്ക് ലൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. മീൻസ് സ്റ്റിച്ചസ് കിട്ടും. നിങ്ങൾക്ക് 2 ലൂപ്പിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫുള്ള് നമ്മൾ ഫ്രിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയായിരിക്കും മൊത്തത്തിൽ ഫ്രിൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അവസാനത്തെ ചെയിൻ സ്റ്റിച്ചും ചെയ്ത് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ഫിനിഷ് ചെയ്യുക. ചെയിൻ 1 ചെയ്ത് നമുക്ക് യാൺ കട്ട് ചെയ്തെടുക്കാതെ. ഈ കട്ട് ചെയ്ത യാണൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹൈഡ് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ.
ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതായിരിക്കും ഫിനിഷ് ചെയ്ത ലുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല ബ്രൈറ്റ് കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ബാക്കിൽ ടൈ ചെയ്യാനുള്ള ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഇതുപോലെ ചെയിൻ പുൾ ത്രൂ ചെയ്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഇതിൻ്റെ കൗണ്ട് പറയുന്നില്ല, ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് കൗണ്ടായിരിക്കും, അതുകൊണ്ടാണ് കൗണ്ട് പറയാത്തത്. ആവശ്യത്തിന് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നിന്നിട്ട് ഒരു 4 ചെയിൻ മുന്നോട്ട് ചെയ്യുക. നമ്മളിവിടെ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാണ്. 4ാമത്തെ ചെയിൻ നമ്മൾ ചെയ്തില്ല, അതിലത്തെ ഫസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 3 ചെയിൻ ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ടൈയുടെ എൻഡിൽ ഒരു ഫ്ലവർ ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് സ്കിപ്പ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തത്. ഇപ്പോൾ 2 ഹാഫ് പീസ് ഫിനിഷ് ചെയ്തതിന് ശേഷം 3 ചെയിൻ ചെയ്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ചെയിൻ 3 ചെയ്യുക, 2 ഹാഫ് പീസ് ചെയ്യുക, വീണ്ടും ചെയിൻ 3 ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ചെയ്തെടുത്ത പോലെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണേ. അതിന് മുന്നേ കട്ട് ചെയ്ത യാണൊക്കെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്യണേ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു ഫ്ലവറും ഇതുപോലെ കെട്ടാനുള്ള ടൈയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡിലും ഫ്ലവറും ടൈയും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് കുറച്ച് അൽക്കുലത്തെ പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എംബ്രോയ്ഡറി കാര്യമായിട്ട് അറിയില്ല, എന്നാലും ഞാനിവിടെ ചെറിയ രീതിയിൽ ഒരു കുഞ്ഞ് എംബ്രോയ്ഡറി വർക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് എംബ്രോയ്ഡറി നൂലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചെടിയും പൂവും, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ചെടിയും പൂവും ആയോ എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ സെറ്റപ്പ് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് ഒന്ന് ശരിയാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആയിട്ട് വീഡിയോ ഒന്നും കാണിക്കാത്തത്. കാര്യം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപാടിയൊന്നും അല്ല. അപ്പോൾ ഇതുപോലെ പച്ച കളറിലെ നൂല് വെച്ചിട്ട് നമുക്കിതുപോലൊരു സ്റ്റെമ്മ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഇച്ചിരിയും കൂടി ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് പെർഫെക്ഷനൊന്നുമില്ല ചെയ്തേക്കുന്നതിൻ്റെ അകത്ത്. നിങ്ങൾക്കിപ്പോൾ എംബ്രോയ്ഡറി ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ വേറെ രീതിയിലും ഇതിനെ സ്റ്റൈൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് നമുക്ക് ത്രൂ ഔട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. പക്ഷേ ഈ ഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഹെയർ ബാൻഡിൻ്റെ ഒരു ലുക്കേ മാറിപ്പോയി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ലുക്കായിരുന്നേ. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഭയങ്കര ഒരു ബീച്ച് വൈബും ഒരു സമ്മർ വൈബൊക്കെ തരുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൂവ്. നമുക്കിത് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ ഇതുപോലെ ചെറിയ ചെറിയ വൈറ്റ് ബീഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല ബീച്ച് വൈബൊക്കെ തരുന്ന രീതിയിലുള്ള ഹെയർ ബാൻഡാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കണേ.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.